സൈറാം. അന്തർശൗര്യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സൈറാം. താങ്ക് യു സൈറാം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായിയാണ്. പ്രേമസായി പറഞ്ഞോളൂ. സൈറാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശൗര്യജ്ഞത്തിന്റെ 312 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി ജ്വാല നായരാണ്. ജ്വാല 3 ഓംകാരവും 3 സായികായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ പ്രചോദയാത്. ഓം സായിരാം. സംഗ്രഹം. നെറ്റ്വർക്ക് കുറച്ച് മോശമാണ്. നെറ്റ്വർക്ക് കുറച്ച് മോശമാണ്. വേറെ സ്ഥലത്തൊന്ന് മാറി നിൽക്കൊന്ന് ബ്രേക്ക് ആവുന്നു വോയിസ്. ഓക്കെ. ഹലോ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പറയണേ. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും ഭഗവത്നായ ഹനുമാൻ കണ്ടുമുട്ടലിന്റെ ചരിത്ര മുഹൂർത്തമാണ് ഈ അധ്യായത്തിലെ സംഭവം. സീതാന്വേഷണത്തിന്റെ ഭാഗമായി ഋഷ്യമൂകാചലത്തിലെത്തിയ രാമലക്ഷ്മണൻ ബാലിയെ വധിച്ചത് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്. സീതാന്വേഷണത്തിനായി കാട്ടിലൂടെ ലക്ഷ്മണന്മാർ അടുത്തെത്തി. കുന്നുകൾക്കിടയിൽ ജ്യേഷ്ഠ സുഗ്രീവൻ മന്ത്രിമാരോടും സ്തുതിപാഠകന്മാരോടും കൂടി അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. കുന്നുകളുടെ സമീപത്തെ കടന്നുവരുന്ന കുമാരന്മാർ ദേവാംശ സംഭവന്മാരെന്ന് സുഗ്രീവന് തോന്നി. അവർ ആരെന്നറിയുവാൻ സുഗ്രീവൻ ഹനുമാനെ അയക്കുന്നു. അവർ ബാലിയാൽ അയക്കപ്പെട്ടവരാണെങ്കിൽ തല നെഞ്ചിലേക്ക് കുനിച്ച് അടയാളം കാണിക്കുവാൻ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച് അപരിചിതരുടെ അടുത്തെത്തി. വളരെ വിനയത്തോടും ഭക്തിയോടും കൂടി അറിയുവാനുള്ള ആഗ്രഹം അറിയിച്ചു. ഹനുമാൻ വിലയിരുത്തിയ രാമൻ തന്റെ പൂർവ്വവൃത്താന്തങ്ങളും കഥയും ഹനുമാനെ അറിയിച്ചു. ില്ലാതെ രാമൻ വെളിപ്പെടുത്തി. ഹനുമാനെ കുറിച്ചുള്ള കാര്യങ്ങൾ രാമൻ പഠിപ്പിച്ചു. ആ സഹോദരന്മാർ സ്വന്തന്മാർ മനസ്സിലാക്കി അത്യന്തം ആനന്ദമായി. ഹനുമാൻ ബഹുമാനവും അവരുടെ പാദങ്ങളും ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമല്ലോ, എല്ലാവർക്കും അങ്ങനെയല്ലേ സൈറാം? അതെല്ലാവർക്കും അതെ. മൊബൈൽ ഡാറ്റയാണോ? സാരം മൊബൈൽ ഡാറ്റയാണോ വൈഫൈ ആണോ? വൈഫൈ ആണ്. അതെ, വൈഫൈ റേഞ്ച് എന്നാലും പോരാ. ഒന്നുകൂടി ഒന്ന് പറയോ? ഒട്ടും ക്ലിയർ ആവുന്നില്ല. അല്ല, കട്ടാവുന്നു. ഫസ്റ്റ് മുതൽ പറയാം. കട്ടായിക്കൊണ്ടിരിക്കുന്നു സംസാരിക്കുമ്പോ. ചിലപ്പോ ഒന്ന് സ്ഥലം മാറിയിരുന്ന ശരിയോ? ഞാൻ സ്ഥലം മാറി നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? അതോ ഫസ്റ്റ് മുതൽ പറയണോ? ഇപ്പൊ ആദ്യം തൊട്ട് പറഞ്ഞോളൂ മോളെ.
ആദ്യം മുതലാ? ഓക്കെ. ഒന്നും പറയണ്ട, ചാപ്റ്റർ മാത്രം പറഞ്ഞാൽ മതി. സായി ഗായത്രി ഒന്നും പറയണ്ട. സായിരാം. അധ്യായം 22 മിത്രലാഭം. സംഗ്രഹം. ലോക ചരിത്രത്തിലെ യുഗയുഗാന്തരങ്ങളോളം കീർത്തിയോടെ നിലനിൽക്കുന്ന എക്കാലത്തെയും ശ്രേഷ്ഠമായ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും ഭഗവത് ദാസനായ ഹനുമാന്റെയും കണ്ടുമുട്ടലിന്റെ ചരിത്ര മുഹൂർത്തമാണ് ഈ അധ്യായത്തിലെ ഏറ്റവും സുന്ദരമായ സംഭവം. സീതാന്വേഷണത്തിന്റെ ഭാഗമായി ഋഷ്യമൂകാചലത്തിലെത്തിയ രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയതും ഭാര്യയെ വധിച്ചതുമായ സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്. സീതാന്വേഷണത്തിനായി കാട്ടിലൂടെ നടന്നു നീങ്ങിയ രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലത്തിലെത്തി. ആ മലനിരയുടെ കുന്നുകൾക്കിടയിൽ ജ്യേഷ്ഠനായ ബാലിയാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട സുഗ്രീവൻ മന്ത്രിമാരോടും സ്തുതിപാഠകന്മാരോടും കൂടി അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. കുന്നുകളുടെ സമീപത്തേക്ക് നടന്നുവരുന്ന കുമാരന്മാർ ദേവാംശ സംഭവന്മാരെന്ന് സുഗ്രീവന് തോന്നി. അവർ ആരെന്നറിയുവാൻ സുഗ്രീവൻ ഹനുമാനെ അയക്കുന്നു. അവർ ബാലിയാൽ അയക്കപ്പെട്ടവരാണെങ്കിൽ തല നെഞ്ചിലേക്ക് കുനിച്ച് അടയാളം കാണിക്കുവാൻ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച് അപരിചിതരുടെ അടുത്തെത്തി വളരെ വിനയത്തോടും ഭക്തിയോടും കൂടി അവരോട് ആരെന്നറിയുവാനുള്ള ആഗ്രഹം അറിയിച്ചു. ഹനുമാന്റെ ഭക്തി വിനയങ്ങൾ വിലയിരുത്തിയ രാമൻ തന്റെ പൂർവ്വ വൃത്താന്തങ്ങളും കഥയും ഹനുമാനെ അറിയിച്ചു. സീതയെ തിരഞ്ഞ് വീണ്ടെടുക്കലാണ് തന്റെ ലക്ഷ്യമെന്ന് യാതൊരു മടിയുമില്ലാതെ രാമൻ വെളിപ്പെടുത്തി. ഹനുമാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ രാമൻ താല്പര്യം പ്രകടിപ്പിച്ചു. ആ സഹോദരന്മാർ തന്റെ സ്വന്തം അധിനായകന്മാരാണെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ അത്യധികം ആനന്ദമുണ്ടായി. ഹനുമാൻ ബഹുമാനപൂർവ്വം അവരുടെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. ഭക്തിയുടെയും ആനന്ദത്തിന്റെയും കണ്ണുനീർ പൊഴിച്ച് ഒന്നും മിണ്ടാനാകാതെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഒടുവിൽ ധൈര്യം സമാഹരിച്ച് കൈകൾ കൂപ്പി ഇടർന്ന സ്വരത്തോടെ ഹനുമാൻ പറഞ്ഞു, സ്വാമി, ഞാനൊരു മണ്ടനും അജ്ഞനുമായതിനാലാണ് ഇപ്രകാരം അവിടുത്തെ ചോദ്യം ചെയ്തത്. എന്റെ ധിക്കാരവും വിഡ്ഢിത്തവും പൊറുക്കണേ. അവിടുത്തെ മായാശക്തിയുടെ സ്വാധീനം മൂലം അവിടുന്ന് സർവശക്തനും അജയ്യനുമെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. തന്റെ സ്വാമിയുടെ മുന്നിൽ ഒരു പ്രസ്താവന നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും സ്വാമിയുടെ ആരാധനയല്ലാതെ അവിടെ വെച്ച് ഹനുമാനുമായുള്ള ആരാധനയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും അറിയുകയില്ലെന്നും ഹനുമാൻ പറയുന്നു. സ്വാമിയാൽ പരിപാലിക്കപ്പെടുന്ന സേവകന് ഭക്ഷണത്തിന് അവകാശമില്ല. സ്വാമിയുടെ പരാക്രമം സേവകന്റെ പരിചയാണ് എന്ന് പറഞ്ഞ് ഹനുമാൻ തന്റെ ശരിയായ രൂപം സ്വീകരിക്കുന്നു. ശ്രീരാമൻ സ്നേഹപൂർവ്വം ഹനുമാനെ തഴുകി. രാമൻ പറഞ്ഞു, എന്നെ സേവിക്കുന്നവരും സേവനമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്ന് ചിന്തിക്കുന്നവരും ആയ ഭക്തരിൽ ഞാൻ എന്റെ പ്രേമം വർഷിക്കുന്നു. അവിടെ വെച്ച് ഹനുമാനുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി അവർ സുഗ്രീവനെ കണ്ടുമുട്ടുകയും അഗ്നിസാക്ഷിയായിട്ടുള്ള അനശ്വര സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. അഗ്നിയാണ് രാമായണത്തിലെ മുഖ്യ ഘടകം. യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ കൊണ്ടുവന്ന പായസത്തിൽ നിന്നും രാമൻ ജന്മം കൊണ്ടു. രാമസീതാ പരിണയം അഗ്നിസാക്ഷിയായിട്ടാണ് നടന്നത്. സീതാപഹരണത്തിന് മുൻപ് സീതാ ചൈതന്യം അഗ്നിമണ്ഡലത്തിൽ പ്രവേശിച്ച് മായാ സീതയെ തന്റെ സ്ഥാനത്ത് നിർത്തുന്നു. ലങ്ക അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടു. രാവണ വധത്തിന് ശേഷം സീതയെ അഗ്നിയിൽ നിന്നും വീണ്ടെടുക്കുന്നു. ഇവയിൽ നിന്നും കിട്ടുന്ന സൂചന എന്തെന്നാൽ അഗ്നിയുമായുള്ള ഓരോ ബന്ധവും രാമനെ കൂടുതൽ പവിത്രീകരിക്കുന്നു. ജ്ഞാനം പ്രകാശമാണ്. രാമൻ പരമജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ലക്ഷ്മണൻ രാമന്റെ യാഥാർത്ഥ്യവും അവതാര ലക്ഷ്യവും സുഗ്രീവന് മനസ്സിലാക്കി കൊടുത്തു. ഒരിക്കൽ തനിക്ക് ലഭിച്ച ആഭരണങ്ങൾ സുഗ്രീവൻ രാമനെ കാണിക്കുന്നു. അത് സീതയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ രാമൻ അത് ലക്ഷ്മണന് കൈമാറി. ദിവസവും ജ്യേഷ്ഠത്തിയെ നമസ്കരിക്കുമ്പോഴും അനുഗമിക്കുമ്പോഴും താൻ ആ പാദങ്ങളിലെ വിരൽ മോതിരങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും ആ മോതിരങ്ങൾ ജ്യേഷ്ഠത്തിയുടേതാണെന്നും തിരിച്ചറിയുന്നു. ലക്ഷ്മണന്റെ സ്വഭാവ നൈർമല്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സീതയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസൻ രാവണനായിരിക്കുമെന്ന് ഏവരും അനുമാനിക്കുന്നു. ദുഷ്ടനായ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ രാമൻ അത്യന്തം സംതൃപ്തി പ്രകടിപ്പിച്ചു. ജ്യേഷ്ഠനായ ബാലിയുമായി ഉണ്ടായ തെറ്റിദ്ധാരണയും തന്മൂലം താൻ രാജ്യഭ്രഷ്ടനായതും തന്റെ ഭാര്യയെ ബാലി ബലമായി പത്നിയാക്കിയതും സുഗ്രീവൻ വിവരിച്ചു. ബാലിക്ക് തെറ്റിദ്ധാരണ വരുത്തുവാനുണ്ടായ സാഹചര്യം സുഗ്രീവൻ രാമനോട് വിവരിച്ചു. ഒരിക്കൽ മയന്റെ പുത്രനായ മായാവി എന്ന രാക്ഷസൻ ബാലി സുഗ്രീവന്മാരോട് യുദ്ധത്തിന് വരികയും പേടിച്ചോടിയ മായാവി ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. മായാവിയെ നേരിടാൻ ബാലി ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഗ്രീവനോട് ഗുഹാ കവാടത്തിൽ കാവൽ നിൽക്കുവാനായി പറയുന്നു. 15 രാവും 15 പകലും കഴിഞ്ഞ് താൻ തിരികെ വന്നില്ലെങ്കിൽ തന്നെ മായാവി കൊന്നുവെന്നും കണക്കാക്കാം എന്ന് പറഞ്ഞ് ബാലി ഗുഹയിലേക്ക് പ്രവേശിച്ചു. തികച്ചും 30 ദിവസം സുഗ്രീവൻ ബാലിക്കായി കാത്തിരിപ്പ് തുടർന്നു. ഗുഹയിൽ നിന്നും ജ്യേഷ്ഠന്റേതെന്ന് തോന്നിക്കുന്ന രക്തത്തിന്റെ ഗന്ധം വന്നപ്പോൾ മായാവി പുറത്തു വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് ഭയന്ന് സുഗ്രീവൻ ഗുഹാമുഖം ഒരു പാറക്കല്ലുകൊണ്ട് അടിച്ച് വീട്ടിലേക്ക് മടങ്ങി.
ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനായി നേതാവിന് ആവശ്യമുള്ളതിനാലും ബാലി അന്തരിച്ചതിനാലും രാജാവിന്റെ സ്ഥാനം സുഗ്രീവൻ ഏൽക്കുകയായിരുന്നു. പക്ഷേ ബാലി മായാവിയെ വധിച്ച് തിരികെ കൊട്ടാരത്തിലെത്തിയപ്പോൾ സുഗ്രീവൻ രാജ്യസ്ഥാനം ഏറ്റെടുത്തത് അറിയുകയും സുഗ്രീവനെ ശത്രുവായും വഞ്ചകനായും പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെ ഗത്യന്തരമില്ലാതെ സുഗ്രീവനും കുറച്ച് മന്ത്രിമാരും ഋഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിക്കുന്നു. ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാനാവില്ല. അവിടെ കാലുകുത്തിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് മാതംഗ മുനി ബാലിയെ ശപിച്ചിട്ടുണ്ട്. അതിനാലാണ് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ചത്. എങ്ങനെയാണ് ബാലിക്ക് ഈ ശാപം ലഭിച്ചതെന്നറിയുവാൻ രാമൻ താത്പര്യം പ്രകടിപ്പിച്ചു. ആ കഥ ഇപ്രകാരമാണ്. ഒരു നാൾ മായാവിയുടെ സഹോദരനായ ദുന്ദുബി മഹിഷരൂപമാർന്നു വന്ന് ബാലിയുമായി ഏറ്റുമുട്ടലിനെത്തി. ബാലി ആ രാക്ഷസനെ യുദ്ധം ചെയ്തു കൊലപ്പെടുത്തുകയും അവനെ 2 കഷ്ണങ്ങളായി വലിച്ചു കീറി ദൂരെ എറിയുകയും ചെയ്തു. അതിൽ ഒരു കഷ്ണം ചെന്നു വീണത് ഋഷ്യമൂകാചലത്ത് സ്ഥിതി ചെയ്യുന്ന മാതംഗ മുനിയുടെ ആശ്രമത്തിലായിരുന്നു. പരിശുദ്ധമായ തപോഭൂമി ഇപ്രകാരം ചോരക്കളമാക്കിയ ബാലിയെ മുനി ഇപ്രകാരം ശപിച്ചു. തുടർന്ന് സുഗ്രീവന്റെ ജനന കഥ കേൾക്കുവാൻ രാമൻ താത്പര്യപ്പെട്ടു. ആ കഥ ഇപ്രകാരം സുഗ്രീവൻ വിവരിക്കുന്നു. ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഒരു വാനര രൂപം സൃഷ്ടിച്ചു. അതിന് ധാരാളം ശക്തി നൽകിയിരുന്നു. പക്ഷെ പൊതുവെ അത് ചഞ്ചല സ്വഭാവമുള്ളതായിരുന്നതിനാൽ അതിന് വൃക്ഷരാജൻ എന്ന് പേരിട്ടു. വൃക്ഷരാജൻ ബ്രഹ്മാവിന്റെ ആജ്ഞാനുസരണം ദക്ഷിണ പ്രദേശത്തേക്ക് കുടിയേറി. ദാഹം തീർക്കുവാനായി തടാകത്തിലിറങ്ങിയ വൃക്ഷരാജൻ മുങ്ങി നിവർന്നപ്പോൾ ഒരു സ്ത്രീയായി മാറി. അത്ഭുത സ്തബ്ധയായ അവൾ അനുഗ്രഹത്തിനായി സൂര്യദേവനോടും ഇന്ദ്രദേവനോടും പ്രാർത്ഥിച്ചു. സൂര്യദേവന്റെ അനുഗ്രഹത്താൽ അവൾക്ക് സുഗ്രീവൻ എന്ന പുത്രനും ഇന്ദ്രദേവന്റെ അനുഗ്രഹത്താൽ ജ്യേഷ്ഠനായ ബാലിയും ജനിച്ചു. കുട്ടികൾ പിറന്ന ഉടനെ അവൾ ഋഷരാജനായി മാറി. ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം ബാലി സുഗ്രീവന്മാർ ദക്ഷിണദേശമായ കിഷ്കിന്ധയിലെത്തുകയും കാടുകളിൽ താമസമാക്കിയിരുന്ന രാക്ഷസന്മാരെ നിഗ്രഹിച്ച് അവിടെ താമസമാക്കി പോന്നു. ഒരു നാൾ രഘുവംശത്തിൽ രാമനായി ജനിക്കുന്ന പരമ്പൊരുൾ കിഷ്കിന്ധയിൽ എത്തുമെന്നും അദ്ദേഹത്തെ സേവിച്ച് നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാക്കി തീർക്കണമെന്നും ബ്രഹ്മദേവൻ ബാലി സുഗ്രീവന്മാരോട് അരുളി ചെയ്തു. ബാലിയുടെ തെറ്റിദ്ധാരണ മൂലമാണ് ബാലി സുഗ്രീവനെ രാജ്യഭ്രഷ്ടനാക്കിയതും സഹോദരിയായി കാണേണ്ട സഹോദര പത്നിയെ സ്വന്തം ഭാര്യയാക്കി വെച്ചതും. ബാലിയുടെ അധാർമിക പ്രവൃത്തികൾ കേട്ട് രാമൻ അസ്വസ്ഥനായി. ധർമാചരണത്തിൽ കൂടിയും ഈശ്വര ഭക്തിയിൽ കൂടിയും നേടേണ്ടുന്ന ശക്തിയും മനോബലത്തെയും അവഗണിച്ചുകൊണ്ട് കേവലം ഭൗതികമായ ശക്തിയെയും ശാരീരിക ശേഷിയെയും മാത്രം അവലംബിക്കുന്നത് കൊണ്ടുള്ള തിന്മയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ ബാലിക്ക് കഴിയുകയില്ലെന്ന് രാമൻ സുഗ്രീവനോട് ദൃഢമായി പറഞ്ഞു. ഒരൊറ്റ ബാണത്തിൽ ബാലിയെ നിലംപതിപ്പിച്ച് അവന്റെ ദുഷ്ടജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. ബാലി മഹാബലവാനാണ്. ശ്രീരാമന് ബാലിയെ വധിക്കുവാൻ കഴിയുമോ എന്ന് സുഗ്രീവന് സന്ദേഹമുണ്ടായിരുന്നു. ഇതറിയാവുന്ന ശ്രീരാമൻ സുഗ്രീവനോട് തന്റെ കഴിവ് തെളിയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഒരു വരിയിൽ നിൽക്കുന്ന 7 കൂറ്റൻ സാലവൃക്ഷങ്ങളെ ഒരമ്പെയ്ത് വീഴ്ത്താൻ കഴിയുന്നയാൾക്ക് ബാലിയെ നേരിടാനാകുമെന്ന് സുഗ്രീവൻ രാമനെ അറിയിക്കുന്നു. തത്പ്രകാരം ശ്രീരാമൻ ഒരമ്പെയ്ത് 7 സാലവൃക്ഷങ്ങളും വീഴ്ത്തുക മാത്രമല്ല അതേ അമ്പുകൊണ്ട് തന്നെ അവയെ ദൂരെ പർവ്വതത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. സുഗ്രീവൻ ആദരവോടും ഭക്തിയോടും കൂടി രാമപാദങ്ങളിൽ വന്ദിക്കുന്നു. രാമനെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ എന്ന് സുഗ്രീവന് ബോധ്യമാകുന്നു. ശ്രീരാമന്റെ ശക്തി ഈ രീതിയിൽ പരീക്ഷിക്കുന്നതിനായി ഒരുങ്ങിയത് തന്റെ ഇടുങ്ങിയ ചിന്താഗതി മൂലമാണെന്ന് പറഞ്ഞ് സുഗ്രീവൻ ശ്രീരാമനോട് ക്ഷമ ചോദിച്ചു. തന്റെ തെറ്റ് പൊറുക്കുവാനായി അപേക്ഷിച്ചു. താൻ ഇത്ര കാലമായി ഒരു മോഹനിദ്രയിലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ശ്രീരാമ സാമീപ്യത്താലും അനുഗ്രഹത്താലും താൻ വളരെ കാലമായി പോറ്റിയിരുന്ന വിദ്വേഷം, അസൂയ, ദുരാശ, അഹന്ത, ബാലിയോടുള്ള ശത്രുത്വം, പ്രതികാരം ചെയ്യുവാനുള്ള പദ്ധതികൾ ഇവയെല്ലാം മാറി രാമപാദങ്ങളിൽ സേവ ചെയ്ത് രാമസന്നിധി ശേഷകാലം ചിലവഴിക്കുവാനുമുള്ള ഭാഗ്യമേകണമെന്ന് സുഗ്രീവൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട് ശ്രീരാമൻ ഈശ്വരനോടുള്ള അടുപ്പവും നമ്മിലുള്ള ഈശ്വര തത്വവും മാത്രമാണ് സത്യമായിട്ടുള്ളതെന്നും മറ്റെല്ലാം സ്വപ്ന സമാനമാണെന്നും സുഗ്രീവനോട് പറയുന്നു. പക്ഷേ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന തന്റെ പ്രതിജ്ഞയിൽ നിന്ന് തനിക്കും രാജ്യഭരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സുഗ്രീവനും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് രാമൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നു. ഈശ്വര സാമീപ്യവും സൗഹൃദവും ഒരുവനിലെ ദുർവിചാരങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കുമെന്ന് സുഗ്രീവന്റെ ഈ സ്വഭാവ പരിവർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ ശ്രീരാമൻ സുഗ്രീവന് ആജ്ഞ നൽകി. പക്ഷെ അന്നത്തെ യുദ്ധത്തിൽ ബാലിയുടെ പ്രഹരങ്ങൾ താങ്ങാൻ കഴിയാതെ സുഗ്രീവൻ ഓടിപ്പോകുന്നു.
രാമൻ തന്നെ ചതിച്ചു, ബാലിയെ വധിച്ചില്ല എന്ന ചിന്ത അദ്ദേഹത്തെ വിഷണ്ണനാക്കുന്നു, സംശയഗ്രസ്തനാക്കുന്നു. ബാലി സുഗ്രീവന്മാർ കാഴ്ചയിൽ ഒരുപോലെയുള്ളതിനാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും അതിനാലാണ് ബാലിയെ കൃത്യമായി ലക്ഷ്യം വെച്ച് അമ്പയക്കാൻ ബുദ്ധിമുട്ടായതെന്നും ശ്രീരാമൻ സുഗ്രീവനെ അറിയിക്കുന്നു. പക്ഷേ ശ്രീരാമന്റെ ആ വാക്കുകൾക്ക് അഗാധമായൊരു അന്തരാർത്ഥവും ഉണ്ട്. അതായത് ബാലിയും രാമപാദങ്ങളുടെ ഭക്തനാണ്. ബാലിയും സുഗ്രീവൻ ആഗ്രഹിച്ച അത്രയും ശ്രീരാമ സാമീപ്യം അഭിലഷിച്ചിട്ടുണ്ട്. പക്ഷെ സുഗ്രീവൻ ഈ പ്രഖ്യാപനത്തിലെ നിഗൂഢമായ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ടൊന്നും തന്നെ സുഗ്രീവന് സന്ദേഹം വിട്ടുമാറിയില്ല. ആ ക്ഷണം ശ്രീരാമൻ സുഗ്രീവനെ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിച്ചു. ആ നിമിഷം തന്നെ സുഗ്രീവന്റെ വേദനയെല്ലാം മാറി, മുറിവുകളും ചതവുകളും കാണാതായി. സുഗ്രീവൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമ കരങ്ങൾക്ക് എന്ത് സാധിക്കുമെന്ന് സുഗ്രീവൻ രാമനെ കീർത്തിക്കാനായി തുടങ്ങി. എങ്കിൽ രാമൻ സുഗ്രീവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. രാമൻ പറഞ്ഞു, എന്റെ ശക്തിയുടെയും പ്രഭാവത്തിന്റെയും ദർശനം മുൻപുണ്ടായപ്പോഴും താങ്കൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവയ്ക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഹൃദയത്തിനുള്ളിൽ നിന്നും വരുന്ന വികാരങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഈശ്വരന്റെ സർവ്വശക്തിയും ലീലയും അനുഭവപ്പെടുമ്പോൾ എല്ലാം വിസ്മരിക്കുന്ന അനേകം ഭക്തന്മാരുണ്ട്. എന്നാൽ കുറെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അഭിലാഷങ്ങൾ സഫലമാവാതിരിക്കുമ്പോൾ തങ്ങൾ അനുഭവിച്ചതിനെയും ദർശിച്ചതിനെയും അവർ സംശയിച്ചു തുടങ്ങുന്നു. ദുർബലമായ വിശ്വാസമുള്ളവരുടെ മനസ്സിൽ സത്യത്തെ വികലമാക്കുന്നത് ചിന്തകളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വൈകാരിക ചിന്തകൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ബാലിയുമായി ഏറ്റുമുട്ടുവാനായി ശ്രീരാമൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചു. സുഗ്രീവൻ ദൃഢവിശ്വാസത്തോടു കൂടി ധൈര്യസമേതം നടന്നു. വന്യപുഷ്പങ്ങൾ കൊണ്ടൊരു മാലയുണ്ടാക്കി സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ചു ശ്രീരാമൻ. പ്രഥമ ദൃഷ്ട്യാ ഇത് സുഗ്രീവനെ തിരിച്ചറിയുവാനായിട്ടാണ് ചെയ്തതെങ്കിലും ഇതുകൊണ്ട് രാമൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. എല്ലാവരെയും സമന്മാരെന്ന നിലയിലാണ് രാമൻ വീക്ഷിക്കുകയെന്ന് ബാലി തന്റെ ഭാര്യയായ താരയോട് പറഞ്ഞിരുന്നു. ഈ സമദർശനമാണ് ബാലിയെ വധിക്കുന്നതിൽ നിന്നും രാമനെ തടഞ്ഞത്. ഇപ്പോൾ ഈ പുഷ്പമാല സുഗ്രീവന്റെ കഴുത്തിൽ ഉള്ളതിനാൽ തന്നെ രാമന് കൂടുതൽ പ്രേമം സുഗ്രീവനോടുണ്ടെന്നും അതിനാൽ നീതിപൂർവം തന്നെ ബാലിയോട് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാമെന്നും വെളിപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ബാലിയുടെ കോട്ടവാതിക്കൽ ചെന്ന് സുഗ്രീവൻ ഒരിക്കൽ കൂടി വെല്ലുവിളിച്ചു. രാമലക്ഷ്മണന്മാർ അടുത്തുള്ള മരം മറഞ്ഞു നിന്നു. ബാലിയുടെ ചീറിപ്പാഞ്ഞുള്ള വരവ് കണ്ടെന്ന് സുഗ്രീവൻ ഭയവിഹ്വലനായി. അദ്ദേഹം ആ ക്ഷണത്തിൽ തന്റെ സഹായത്തിനെത്തണമെന്ന് രാമനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. അനന്തരം ശത്രുവിനെ നേരിടാൻ ചെന്നു. തന്റെ സിദ്ധികളെയും പ്രാപ്തിയെയും ന്യായീകരിക്കുവാൻ വേണ്ടി സുഗ്രീവൻ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ, തളർച്ചയുടെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി രാമ എന്ന് വിളിച്ചു. തന്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് രാമന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വിളി കേട്ടപ്പോൾ രാമൻ ഒരു അമ്പെടുത്തു തൊടുത്തു. ബാലിയുടെ ദൃഷ്ടമായ ഹൃദയത്തിന് നേരെ വിട്ടു. ബാലി അതേറ്റ് നിലം പതിച്ചു. ആ ഘട്ടത്തിൽ രാമൻ ബാലിയുടെ സമീപം എത്തി തന്റെ ദിവ്യ ദർശനമേകി. മാരകമായ അസ്ത്രം തറച്ചിട്ട് കൂടി ബാലി എഴുന്നേറ്റിരുന്നു. അദ്ദേഹം അതുല്യനായ ശക്തനും ധീരനുമായിരുന്നു. എന്തുകൊണ്ടാണ് ഭഗവാനായ ശ്രീരാമൻ തന്നെ വധിക്കാൻ ഒരു നായാട്ടുകാരനെ പോലെ മരം മറിഞ്ഞു നിന്നതെന്ന് ബാലി ചോദിക്കുന്നു. ഉത്തരമായി, ധർമ്മരക്ഷണമാണ് തന്റെ ദൗത്യമെന്നും ബാലി അധർമ്മം പ്രവർത്തിച്ചതിനാലാണ് വധിക്കുവാൻ തീരുമാനിച്ചതെന്നും പറയുന്നു. സ്വന്തം അനുജനെ തെറ്റിദ്ധാരണയുടെ പേരിൽ രാജ്യഭ്രഷ്ടനാക്കിയതും മാതാവ്, സഹോദരി, പുത്രി, സഹോദര ഭാര്യ എന്നിവരെ മാതാവായി കണ്ട് ബഹുമാനിക്കേണ്ടതാണ്. അതിനു പകരം സുഗ്രീവന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചതും ബാലി ചെയ്ത തെറ്റുകൾ എന്ന് ശ്രീരാമൻ ബാലിയോട് പറഞ്ഞു. രാജാവ് ചെയ്യുന്നതാണ് പ്രജകൾ കണ്ടുപഠിക്കുക. അതാണ് ബാലി വധാർഹനായതെന്ന് പറയുന്നു. ബാലിക്ക് ജീവൻ തിരിച്ചു നൽകാമെന്ന് രാമൻ പറഞ്ഞെങ്കിലും ഭഗവാന്റെ ദർശന, സ്പർശന, സംഭാഷണം എന്ന അപൂർവ ഭാഗ്യം മരണവേളയിൽ ലഭിക്കുന്നത് കൈവിടുവാൻ താൻ ഒരുക്കമല്ലെന്നും അതിനാൽ ദേഹം ഉപേക്ഷിക്കുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും ബാലി പറയുന്നു. തന്റെ വീരനായ മകൻ അംഗദനെ ശ്രീരാമന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ബാലി അന്ത്യശ്വാസം വലിച്ചു. ഹൃദയവേദയോടുകൂടി വിലപിക്കുന്ന ബാലിയുടെ ഭാര്യയായ താരയ്ക്കും രാമൻ ഉപദേശം നൽകുന്നു. വീരപത്നിയായ താര ഇങ്ങനെ വിലപിക്കുന്നത് അകീർത്തികരമാണ്. ശരീരം വെറും കരിക്കട്ടയാണ്. ഏതു നേരവും ഇത് ചേതനയേറ്റ് പതിക്കാം. ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ്. ആത്മതത്വം അറിയാത്തവരാണ് ശരീരമാണ് താനെന്ന വ്യാമോഹത്തിൽ പെടുന്നത്. ശരീരം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ബാലി ധീരനും ഈശ്വരഭക്തനുമായിരുന്നു. തന്റെ സഹോദരനെ പീഡിപ്പിച്ചു എന്നൊരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ രാമബാണമേറ്റ് മരിച്ചതിനാൽ ബാലിക്ക് മോക്ഷം ലഭിച്ചു. ബാലി പാപമുക്തനായി തീർന്നു. വീരോചിതമായി ബാലിയുടെ ശവസംസ്കാരം നടത്താനും ശേഷക്രിയകൾ ചെയ്യാനും അംഗദനെ സംരക്ഷിക്കുവാനും സുഗ്രീവനോട് പറഞ്ഞു. അതിനുശേഷം രാജധാനിയിൽ വെച്ച് സുഗ്രീവന്റെ രാജ്യാഭിഷേകം നടത്തുവാനായി ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു. സുഗ്രീവന് രാജ്യകാര്യങ്ങളിൽ വേണ്ടതായ ഉപദേശങ്ങൾ നൽകിയിട്ട് ലക്ഷ്മണൻ മടങ്ങിപ്പോയി. ഹനുമാനും മറ്റുള്ളവരും കിഷ്കിന്ധ നഗരിയിൽ പ്രവേശിച്ചു. മഴക്കാലം തുടങ്ങിയതിനാൽ സീതാന്വേഷണത്തിന് പോകാൻ വാനരക്കൂട്ടങ്ങൾക്ക് വിഷമമുണ്ടാകുമെന്നതിനാൽ മഴക്കാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണം ആരംഭിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. മഴക്കാലം തുടങ്ങിയതിനാൽ രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലത്തിലെ ഒരു ഗുഹയിൽ താമസമാക്കി. അവിടെ അവർ ജ്ഞാന സമ്പാദനത്തിലും
സംരക്ഷണത്തിലും അനുവർത്തിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് കാലം കഴിച്ചു. ജയ് സായിറാം. ജ്വാല അതിഗംഭീരമായിട്ട് സംഗ്രഹിച്ചു കേട്ടോ. വെരി നൈസ്, എക്സലന്റ്, വെരി ഗുഡ്. കണ്ണ വെച്ചോളൂ. హనుమంతుడు ఎట్టివాడో మీకు తెలుసునా? హనుమంతుడు శాంతుడు, గుణవంతుడు, బలవంతుడు. Hanuman is one of peace, he is one of character, he is one of physical strength. మంచి బలవంతుడు. He is very strong physically. అతను అశోకవనంలో చేరాడు. He went there to Ashoka. సీతాన్వేషణ నిమిత్తమై అనేకమైనటువంటి పవిత్రమైన కర్మను ఆచరించాడు. He made various attempts to search Sita. కానీ లంకలో ఉన్న రాక్షసులు ఈనాడు ఈ కోతి ముఖం చూసి ఎరుగరు. But the Rakshasas there in Lanka never saw any monkey before. రకమైనటువంటి జంతువు వచ్చిందని అందరూ బయలుదేరారు దాన్ని చూడటానికి. All Rakshasas, they wanted to see this funny monkey which they never saw before. అందులో రావణ కుమారుడైనటువంటి వాడు ఇంద్రజిత్తుడు పోయి నీవెవరు అని ప్రశ్నించాడు. Among them the Indrajit, the son of Ravana, asked, "Who are you?" కానీ హనుమంతుని యొక్క శక్తి సామర్థ్యం ఎవరికీ తెలియదు. No one knows the capacities of Hanuman. అయినప్పటికీ Yet తాను చెప్పాడు, he replied, దాసోహం కోసలేంద్రస్య. అయ్యా, నేను శ్రీరామచంద్రుని దాసుడను ఉన్నాను. He said, "Sir, I am a servant of Sri Ramchandra." ఈ దాసత్వంలో ఎంత గౌరవం ఏర్పడింది అతనికి. What respect he has. నేను రామచంద్రుని దాసుడను అనుకుంటే మనకే గౌరవం, కానీ మా ఇంకొకరికి కాదు. If we say that we are servants of Ramachandra, naturally it carries respect. ജ്വാല ഭജന പാടിക്കോളൂ. ഓക്കെ. ജയ കൗസല്യ നന്ദന രാം പരമാനന്ദ ആനന്ദ രാം जय शिरडीश परतीश राम जय प्रशांति साईश राम जय कौसल्य नंदन राम परमानंद आनंद राम मंगल पावन नाम जय सुंदर वैदेही राम मंगल पावन नाम जय सुंदर वैदेही नाम जय सुंदर साईश राम जय सुंदर साईश राम जय कौसल्य नंदन राम परमानंद आनंद राम. സായിരാം. സായിരാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടുപേരും കൂടെ പറയാതെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സത്യഭാമയും രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ശ്യാമള, അങ്ങനെ മാറി മാറി പറയൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പർവ്വത സാനുക്കളിലൂടെ നടന്നു വരുന്ന അപരിചിതരെ ആരാണെന്നറിയാൻ സുഗ്രീവൻ ആരെയാണ് അയച്ചത്? ഹനുമാനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹനുമാൻ എന്താണ് രാമലക്ഷ്മണനോട് പറഞ്ഞത്? ശ്യാമള പറയൂ. ശ്യാമള ഇല്ലേ? ഉണ്ട് സായിരാം. ആ, അങ്ങനെ കണ്ടിട്ട് അതെ, നാരായണന്മാരാണെന്ന് അതേപോലെ തോന്നുന്നു. എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വനത്തിൽ വന്നത് എന്നെല്ലാം അറിയാനായിട്ട്. അതെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സുഗ്രീവൻ പറഞ്ഞു രാമൻ ഹനുമാനെ വിലയിരുത്തിയത് എങ്ങനെയാണ്? സത്യഭാമ. സായിരാം. രാമൻ ഹനുമാനെ വിലയിരുത്തിയത് എങ്ങനെയാണ്? ഹനുമാന്റെ ഭക്തിയും വിനയവും മനസ്സിലാക്കി തങ്ങളുടെ വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കൊടുക്കുന്നു.
ഹനുമാന്റെ ഉത്തരം എന്തായിരുന്നു? ഏതിന്റെ ശ്യാമള പറഞ്ഞോളൂ. ഏതിന്റെ ഉത്തരം ആന്റി? പിന്നെ ശ്രീരാമൻ ഹനുമാനെ പറ്റി പറഞ്ഞു, ഹനുമാന്റെ അടുത്ത് എല്ലാ വിവരങ്ങളും പറഞ്ഞപ്പോ ഹനുമാൻ എന്ത് പറഞ്ഞു? താൻ സുഗ്രീവന്റെ ശിഷ്യനാണെന്ന്. രാമൻ സർവശക്തനും സർവജ്ഞനുമാണെന്ന് അറിയുന്നതിനാൽ സ്വാമിയായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ ആരാധിക്കുന്നതിനപ്പുറം ഒരു പ്രവർത്തനം താൻ ഇനി അറിയുന്നില്ല എന്ന് പറഞ്ഞു. താൻ ദാസനാണ് എന്ന് പറഞ്ഞു. അപ്പോ ഹനുമാനോട് രാമൻ എന്ത് പറഞ്ഞു? ഹനുമാൻ തനിക്ക് ലക്ഷ്മണനെ പോലെ പ്രിയങ്കരനാണെന്നും തന്നെ സേവിക്കുന്നവരും സേവനുമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്നും ഭഗവാൻ പറഞ്ഞു. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവന്റെ വൃത്താന്തം അറിയിച്ചത് എങ്ങനെ? ശിരസ് മുന്നോട്ട് കുനിച്ചിട്ട്. അതെ. മാത്രമല്ല സുഗ്രീവൻ പിന്നെ സീതാന്വേഷണത്തിന് വേണ്ട എല്ലാ സഹായവും നൽകും. അതുകൊണ്ട് സുഗ്രീവനുമായി മൈത്രിയിലാകണമെന്ന് അപേക്ഷിക്കും. സുഗ്രീവന്റെ സവിധത്തിൽ എത്തിയ ശേഷം എന്തുണ്ടായി? അഗ്നിസാക്ഷിയായി ഹനുമാൻ അവരെ സഖ്യം ചെയ്യിപ്പിച്ചു. ശ്രീരാമൻ സുഗ്രീവന്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നു. സുഗ്രീവൻ തന്റെ ജീവൻ പോലും ത്യജിച്ച് രാമന് വേണ്ടി സർവവും ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്തു. രാമായണത്തിന്റെ മുഖ്യ ഘടകം അഗ്നിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാമായണത്തിലുടനീളം അഗ്നിയുടെ ആവശ്യകത കാണിക്കുന്നുണ്ട്. അതെ, സത്യഭാമ പറഞ്ഞോളൂ. യാഗാഗ്നിയിൽ നിന്ന് രാമൻ പായസത്തിന്റെ അംശം കഴിച്ചപ്പോൾ രാമൻ ഉണ്ടായി. അഗ്നിസാക്ഷിയായി സീതയെ പിന്നെ കല്യാണം കഴിച്ചു. ലങ്കാദഹനം അഗ്നി സാക്ഷിയായി. പിന്നെ സുഗ്രീവനായിട്ട് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ഉണ്ടാക്കി. അതെ. സീതാതത്വം അഗ്നിയിലേക്ക് ലയിപ്പിച്ച് മായാസീതയെ കൂട്ടി നടന്നു. വീണ്ടും സീതയെ രാമരാവണ യുദ്ധം കഴിഞ്ഞ ശേഷം വീണ്ടും സീതയെ അഗ്നിസാക്ഷിയായി സ്വീകരിച്ചു. തിരിച്ചെടുക്കുന്നു. ഓക്കെ. അഗ്നി എല്ലാ ജീവജാലങ്ങളിലും ചൂടായും പ്രകാശമായും സർവത്തിലും, മരത്തിൽ പോലും അഗ്നിയുണ്ട്, അറിയാമോ? എല്ലാ മരങ്ങളിലും അഗ്നിയുണ്ട്, എല്ലാ കല്ലുകളിലും അഗ്നിയുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടുതീയൊക്കെ ഉണ്ടാകുന്ന രണ്ട് മരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ രണ്ട് പാറക്കല്ലുകൾ ഉരച്ചാണ് ആദ്യമായിട്ട് തീ ഉണ്ടാക്കുന്നത്. അപ്പൊ അഗ്നി എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട് മറഞ്ഞാണ് കിടക്കുന്നത് അഗ്നി. നമ്മുടെ ഉള്ളിൽ വൈശ്വാനരനായിട്ടിത് ദഹിപ്പിക്കുന്നുവല്ല. സീതാദേവിയുടെ അനുഗ്രഹം നേടാൻ എന്ത് വേണമെന്നാണ് രാമൻ സുഗ്രീവനോട് പറയുന്നത്? അതായത് സാധന കൊണ്ട് മാത്രമേ സീതാദേവിയുടെ അനുഗ്രഹം നേടാൻ പറ്റൂ. സുഗ്രീവനും മന്ത്രിമാരും കാര്യവിചാരം ചെയ്യുന്ന സമയത്ത് ആകാശത്തു നിന്നും എന്താണ് ശ്രവിച്ചത്? രാമ രാമ എന്നുള്ള ശബ്ദം കേട്ടു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു പൊതി അവരുടെ മുമ്പിൽ വീണു. അതെ. അടുത്തത്, സീതയുടെ ആഭരണങ്ങളാണ് എന്ന് നോക്കാൻ ലക്ഷ്മണൻ എന്താണ് പറഞ്ഞത്? സീതയുടെ പാദങ്ങൾ മാത്രമേ നമസ്കരിച്ചുള്ളൂ, അതുകൊണ്ട് കാൽവരിയിലുള്ള ആഭരണങ്ങൾ മാത്രമേ അറിയുള്ളൂ എന്ന്. അതെ. ഈ സംഭവം ലക്ഷ്മണന്റെ ഏത് സ്വഭാവ വൈശിഷ്ട്യമാണ് കാണിക്കുന്നത്? കുലീനത്വം. അതായത് ജ്യേഷ്ഠത്തിയെ മാതൃസമാനമായിട്ട് കാണുന്നു. ആദരവ്, മര്യാദ, അച്ചടക്കം. സുഗ്രീവന്റെ പ്രതിജ്ഞ എന്തായിരുന്നു? രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കും. സുഗ്രീവന്റെ ജനനം എങ്ങനെയായിരുന്നു? ഇന്ന് നന്നായിട്ട് ജ്വാല വായിച്ചു പറഞ്ഞിട്ടുണ്ട്. സുഗ്രീവന്റെ ജന്മം ബ്രഹ്മാവിന്റെ സൃഷ്ടിയായിട്ടുള്ള വാനര സൃഷ്ടിയായിരുന്നു. വൃക്ഷരാജൻ എന്ന അയാളെ പേര്.
അപ്പൊ അവര് അത് പിന്നെ ചഞ്ചല സ്വഭാവമുള്ളതുകൊണ്ട് അതിന് ഋക്ഷരാജ് എന്നുള്ള പേരിട്ടു. അങ്ങനെ ബ്രഹ്മാവിന്റെ അനുവാദപ്രകാരം ഒരു തടാകത്തിൽ പോയി വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ ഋക്ഷരാജൻ ഒരു പെണ്ണായി മാറി. അല്ല അവിടെ പോയപ്പോൾ അതിന്റെ നിഴല് കണ്ട് അതേ ഉള്ള ഒരു തന്റെ ശത്രുവാണ് അവിടുന്ന് കളിയൊക്കെ കണ്ടപ്പോ അതിനെ ആക്രോശിക്കാൻ വേണ്ടി തടാകത്തിലേക്ക് ചാടി. തിരിച്ചു വരുമ്പോൾ ഋക്ഷരാജൻ ഒരു പെണ്ണായി മാറി. അപ്പോ അവര് ദേവേന്ദ്രനെയും സൂര്യഭഗവാനെയും നമസ്കരിച്ച് അതിൽ 2 കുട്ടികളുണ്ടായി. അതിൽ ദേവേന്ദ്രനില് ബാലിയും സൂര്യഭഗവാനില് സുഗ്രീവനും ഉണ്ടായി. അവര് ദക്ഷിണ ദിക്കിലെ കിഷ്കിന്ധയിൽ താമസിക്കാൻ ബാലി സുഗ്രീവനെ നാടുകടത്തി എന്തുകൊണ്ടാണ്? ഒറ്റ വാക്കിൽ പറയണം. സുഗ്രീവനെ നാടുകടത്തിയത് മറ്റേ യുദ്ധത്തില് ദുന്ദുബി മായാവി എന്ന ശത്രുവായിട്ടുള്ള യുദ്ധത്തില് യുദ്ധമല്ല, അവര് തമ്മിലുള്ള യുദ്ധം തന്നെ. അവര് ആക്രോശിച്ച് അവരൊരു ഗുഹയിൽ അടഞ്ഞു. അപ്പൊ അവര് കാവല് നിൽക്കാൻ സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവൻ 15 ദിവസം അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അതിനുശേഷം 30 ദിവസം സുഗ്രീവൻ അവിടെ താമസിച്ചു. ഗുഹക്ക് കാവലായിട്ട് നിന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നും ജ്യേഷ്ഠന്റെ ഗന്ധമായ രക്തഗന്ധം വന്നപ്പോ ജ്യേഷ്ഠനെ കൊന്നു എന്നുള്ള മനസ്സിലാക്കി സുഗ്രീവൻ ഒരു പാറക്കഷ്ണം എടുത്ത് ഗുഹക്ക് തടസ്സാക്കി വെച്ച് മറ്റേ മായാവി സുഗ്രീവനെയും കൊല്ലും എന്നുള്ള ധാരണയോടുകൂടെ തിരിച്ച് കിഷ്കിന്ധയിലേക്ക് പോയി. പിന്നെ മാതംഗ മുനിയുടെ ആശ്രമത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ആരുടെ ശരീരമായിരുന്നു? ദുന്ദുബി എന്ന അസുരന്റെ. ദുന്ദുബിയുടെ. അതെ. ബാലികറ മല എന്ന് പറയുന്ന ഏത് പർവ്വതത്തെയാണ്? ഋഷ്യമുഖാചലം. അതെ. പിന്നെ രാമന്റെ ശക്തി പരീക്ഷിക്കാൻ എന്ത് ചെയ്തു? 7 വൃക്ഷങ്ങൾ ഒറ്റ അമ്പുകൊണ്ട്. അതെ അതെ അതെ. എന്തുകൊണ്ടാണ് ആദ്യം ശ്രീരാമൻ ബാണം എയ്യാതിരുന്നത്? സുഗ്രീവനാണോ ബാലിയാണോ എന്നുള്ള തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അതെ, തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട്. തിരിച്ചറിയുന്നതിനായിട്ട് എന്താണ് രാമൻ ചെയ്തത്? അനുമാല ഇട്ടുകൊടുത്തു. മരത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് എന്തിനാണ് ബാലിയെ വധിച്ചത്? ബാലിയുടെ ദുഷ്പ്രവർത്തികൾ അധർമ്മം കൊണ്ട്. മാത്രമല്ല, ബാലി ഒരു വാനരനാണ്. ഒരു നായാടിയെ പോലും ചോദിക്കുന്നുണ്ട്. നായാടികൾ ഒരിക്കലും നേർക്കുനേരം നിന്നല്ല മൃഗങ്ങളെ വധിക്കുന്നത്, മറന്നു നിന്നിട്ടാണ്. അതും കൂടെ കൊണ്ടാണ് മറന്നു നിന്ന് ചെയ്തത്. പിന്നെ രാജ്യം ലഭിച്ചിട്ടും സുഗ്രീവൻ ദുഃഖിതനായത് എന്തുകൊണ്ടാണ്? ജ്യേഷ്ഠന്റെ മരണം കാരണമായി അല്ലേ? എന്തുകൊണ്ടാണ് സീതാന്വേഷണം ഉടൻ സാധിക്കാതിരുന്നത്? പ്രകൃതിയുടെ ചാതുർമാസം, അതായത് മഴക്കാലം തുടങ്ങിയത് കൊണ്ടാണ്. ചാതുർമാസം എന്നാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ്. മഴക്കാലത്താണ് ഈ രാമായണ മാസമൊക്കെ ഈ ചാതുർമാസത്തിൽ വരുന്നതാണ്, നവംബർ വരെ. മനസ്സിലായല്ലേ? ശ്രീരാമൻ ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്താണ്? അതായത് ദുർവൃത്തനായ പുത്രൻ പിറക്കുമ്പോൾ ധർമ്മശാസ്ത്രം നശിപ്പിക്കപ്പെടും. ചക്രവാതം ആരംഭിക്കുമ്പോൾ മേഘങ്ങൾ ഭയം കൊണ്ട് ഞെട്ടിവിറയ്ക്കും. ജ്ഞാനം അപ്രത്യക്ഷമാകുന്നതിന്റെ സൂചനയാണ് ദുർജന സംസർഗം. സജ്ജന സംസർഗം ജ്ഞാനം വികസിക്കാൻ സഹായിക്കുന്നു. ജയ സായിരാം. ജ്വാല സമസ്ത ലോക പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം शांति शांति शांति। जय बोलो भगवान श्री सत्य साई बाबा जी की जय।